നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എങ്ങനാ ഞാൻ നാളെ ബ്യൂട്ടി പാർലറിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുക. കാലത്ത് 9 മണിക്ക് പോയാ 12 മണിക്ക് വരൂ. ബ്യൂട്ടി പാർലറിൽ പിന്നീട് പോയാ പോരതേ. അല്ലെങ്കിൽ തന്നെ പഞ്ചരത്നത്തിലേക്ക് പോകുമ്പോ അതിന്റെ ആവശ്യമുണ്ടോ? ഓ അതെ, അവിടെ പോകുമ്പോഴേ ഇതിന്റെയൊക്കെ ആവശ്യം. നാട്ടുകാരും അയൽക്കാരും ഒക്കെ എന്നെ കാണുമ്പോ സ്മാർട്ടായി തോന്നിയില്ലെങ്കിലേ അതിന്റെ നാണക്കേട് ശബരിയേട്ടന് തന്നെയാ. അത് മാത്രല്ല ശബരിയേട്ട, ഞാനേ അവിടെ വിളിച്ച് ബുക്ക് ചെയ്ത് പോയതാ. അത് മാറ്റാൻ പറ്റില്ല. അതെ, നമുക്ക് ഉച്ച കഴിഞ്ഞു പോവാം. അതുവരെ ശബരിയേട്ടന് കമ്പനിയിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് തീർക്കാം. അച്ഛൻ നാളെ ചെല്ലണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇത്ര സമയത്തിനുള്ളിൽ എത്തണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതൊന്നും പറഞ്ഞില്ല. എന്നാലും അച്ഛൻ നമ്മളെ രാവിലെ പ്രതീക്ഷിക്കും. അത് മാത്രമല്ല, വൈകിട്ട് അവിടെ എത്തിയ ഞാൻ തിരിച്ച് രാത്രിയിൽ വണ്ടി ഓടിച്ച് വരേണ്ടി വരും. നാളെ ശബരിയേട്ടൻ തിരിച്ചു വരുമൊന്നും വേണ്ട, അവിടെ നിന്നാ മതി. ഒരു ദിവസം ശബരിയേട്ട പഞ്ചരത്നത്തിൽ ഉറങ്ങിയെന്നും പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അച്ഛന് വയ്യാത്തതല്ലേ? ശോ, അതൊന്നും കുഴപ്പമില്ല. ഇതിപ്പോ ഒരു പഞ്ചായത്ത് മെമ്പറുള്ള വീടല്ലേ. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മെമ്പർ വിളിച്ചാ പാർട്ടിക്കാരെ ഓടി വരും. വാസന്തേച്ചിയെ കൊണ്ട് അങ്ങനെയെങ്കിലും കുടുംബത്തിനൊരു ഉപകാരം ഉണ്ടാവട്ടെ. അതെ, ശബരിയേട്ടൻ കിടക്കുന്നില്ലേ? ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാ. ശരി. ഇന്ദ്രനും വിച്ചോട്ടനും 2 ദിവസമായി അനുവിന്റെ വീട്ടില. ഞാനും മഞ്ചാടിയും മാത്രമേ അവിടെ ഉള്ളൂ. അനു ചീരുവിന്റെ കൂടെ പഞ്ചരത്നത്തില. ചീരു പ്രസവിച്ച് കിടക്കുക. അത് നീ അറിഞ്ഞു കാണൂല്ലോ. മോനെ, ഇപ്പോഴും എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി നീ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു തരണോ ഇന്ദ്ര? എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാളുണ്ടാവരുത്. ഒരേ ഒരാൾ, അനുപമ. എന്തു പറ്റി ആന്റി? ഉറക്കം വരുന്നില്ലേ? ഇല്ല വർഷേ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇന്ദ്രനോട് ഞാനങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ കൺമുന്നിൽ എന്റെ വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കില്ലായിരുന്നു. ഞാൻ ഇന്നിവിടേക്ക് വരേണ്ടിയും വരില്ലായിരുന്നു.
പറഞ്ഞു പോയ വാക്കിനി തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ ആന്റി. ആരും അറിയാതെ ഹോസ്പിറ്റലിൽ കാണാൻ വന്ന ഇന്ദ്രന്റെ മുഖത്ത് നോക്കി അനുപമയെ ഉപേക്ഷിക്കണമെന്ന് ആന്റി പറഞ്ഞത് കടന്ന കൈ തന്നെയാ.